ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബയോട്ടിൻ ലഡ്ഡു ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡ്ഡു. ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 200 ഗ്രാംസ് ആൽമണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ആൽമണ്ട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് പൊട്ടി തുടങ്ങി, ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പീനട്ട്സേ ഇടുന്നുള്ളൂ. എനിക്ക് പീനട്ട്സിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ കീറ്റോ ആയതുകൊണ്ട് അധികം പീനട്ട്സ് കഴിക്കാനും പാടില്ല. സോ നിങ്ങൾക്ക് പീനട്ട്സ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പീനട്ട്സ് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അപ്പം ഞാൻ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളാണ് ഇടുന്നത്. കറുത്ത എള്ള ഒരു 50 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മാറ്റാം. ഇത് മാറ്റിയിട്ട് നമുക്ക് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ അടുത്ത് കറുത്ത എള്ള് മാത്രമേ ഉള്ളെങ്കിൽ കറുത്തത് മാത്രം എടുത്താൽ മതി. എൻ്റെ അടുത്ത് രണ്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടും എടുത്തിരിക്കുന്നത്. വൈറ്റ് എള്ളും ഞാനൊരു 50 ഗ്രാംസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റാം. ഇപ്പോൾ ഇത് പംകിൻ സീഡാണ്. ഇത് ഒരു 50 ഗ്രാംസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ മാറ്റി വയ്ക്കാം. ഇത് സൺഫ്ലവർ സീഡും 50 ഗ്രാംസ് എടുത്ത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. എൻ്റെ അടുത്ത് എല്ലാ നട്ട്സും തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ നട്ട്സ് ഉപയോഗിക്കുന്നത്. ബയോട്ടിൻ ലഡുവിൽ എത്ര നട്ട്സ് ഉപയോഗിക്കുന്നോ അത്രയും നല്ലത്. ഇത് ഫ്ലാക്സ് സീഡ് ഒരു 50 ഗ്രാംസ് തന്നെ. എല്ലാം ഞാൻ 50 ഗ്രാംസാണ് എടുത്തേക്കുന്നത്. ഫ്ലാക്സ് സീഡ് ഒരു 50 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇടണം. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ഞാൻ തേങ്ങയാണ്, ഒരു ഹാഫ് മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ, അതിൻ്റെ മോയ്സ്റ്റൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി എല്ലാം നമുക്ക് ചൂടാറ്റിയെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. സോ ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചൂട് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ പൊടിച്ചെടുക്കാം. ഇത് നിങ്ങൾ നോർമലി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാം. ഞാനത് കീറ്റോ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് ശർക്കരയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റീവിയയും എരിത്രിറ്റോളാണ്, ഇത് നാച്ചുറൽ സ്വീറ്റ്നേഴ്സാണ് കീറ്റോയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കോപ്പി യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം നമുക്ക്. ഇതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ബാച്ചായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മധുരമൊക്കെ വേണമെന്ന് നോക്കിയിട്ട് മധുരമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗീ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബദാമിലും കപ്പലണ്ടിയിലൊക്കെ ഒരു എണ്ണമയം ഉള്ളതുകൊണ്ട് അത് പിടിക്കാൻ പറ്റും ഗീ ഒഴിച്ചിട്ടില്ലെങ്കിലും. എനിക്ക് ഗീയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ലഡ്ഡുവിൻ്റെ പോലെ ഉണ്ടയാക്കിയെടുക്കാം. നന്നായിട്ട് ഉണ്ടയാക്കിയെടുക്കാം. ഗീ ഒഴിക്കുമ്പോൾ നന്നായിട്ട് പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഗീ ഒഴിച്ചേക്കുന്നത്. ഇത് ഈ ഗീ വേണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഈ നട്ട്സും സീഡ്സ് എല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. അത് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായപ്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം ലഡ്ഡു ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലഡ്ഡുവും കൂടി ഉണ്ടയാക്കിയെടുക്കാം. ഞാനെടുത്ത ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഞാൻ അത്രയും ക്വാണ്ടിറ്റി കൊണ്ട് എനിക്ക് ഈ തരത്തിലുള്ള ചെറിയ ലഡ്ഡൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ലഡ്ഡു എനിക്കൊരു 22 എണ്ണം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ മതി. ആ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്കിടെ മുടിക്ക് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. ഞാനിങ്ങനെ ലഡ്ഡു ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഈ നട്ട്സ് എല്ലാം തന്നെ എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിന് വളരെ നല്ലതാണിത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഈ ഓരോ നട്ട്സിൻ്റെയും ബെനിഫിറ്റ്സ് ഓരോന്നാണ്. ഡയബറ്റിക്സ് വരത്തില്ല, പിന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ പംകിൻ സീഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇതൊരു കീറ്റോ വേർഷനാണ്, നിങ്ങൾക്ക് ശർക്കര ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. So thank you for watching, and if you like the video, please like, share and subscribe.